നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളി വാർത്ത തള്ളി CPM. നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി. തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം UDF പരാതിയിൽ കളക്ടർക്ക് തോമസ് ഐസക് വിശദീകരണം നൽകി. കങ്കണയ്ക്കെതിരായ പോസ്റ്റ് നടപടി വേണമെന്ന് വനിതാ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക് വിൽപ്പന ഒരു വർഷത്തിനിടെ നടപടി നേരിട്ടത് 342 സ്ഥാപനങ്ങൾ. ED കസ്റ്റഡിയിലിരിക്കെ വീണ്ടും ഉത്തരവിറക്കി കേജ്രിവാൾ. മൊഹല്ല ക്ലിനിക്കിലെ പ്രശ്നം പരിഹരിക്കണം. വാർത്തകൾ വിശദമായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ തുടരവേ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ പുറപ്പെടുവിച്ച ആദ്യ ഉത്തരവിനെപ്പറ്റി വിവാദങ്ങൾ കടുക്കുന്നതിനിടയിൽ വീണ്ടും അദ്ദേഹം സമാനമായ ഉത്തരവ് പുറത്തുവിട്ടു. ആരോഗ്യവകുപ്പിനാണ് ED കസ്റ്റഡിയിൽ നിന്ന് അദ്ദേഹം രണ്ടാമത്തെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മൊഹല്ല ക്ലിനിക്കുകളിലെത്തുന്ന ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി മുഖ്യമന്ത്രിക്ക് വിവരം ലഭിച്ചുവെന്നും ഇത് പരിഹരിക്കാൻ നടപടിയെടുക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയതായും AAP നേതാവും ഡൽഹി മന്ത്രിയുമായ സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ആശങ്കയുണ്ട്. താൻ ജയിലിലായതിനാൽ ഡൽഹിയിലെ ജനങ്ങൾ കഷ്ടപ്പെടരുതെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നും ഭരദ്വാജ് പറഞ്ഞു. ED കസ്റ്റഡിയിൽ തുടരവേ ജലവിഭവ വകുപ്പിലെ നടപടിക്കായി ഞായറാഴ്ച കേജ്രിവാൾ നിർദ്ദേശം നൽകിയത് വിമർശനങ്ങൾക്ക് വഴി തുറന്നിരുന്നു. ഉത്തരവ് എങ്ങനെ നൽകിയെന്നതിൽ ED അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് വീണ്ടും മറ്റൊരു നിർദ്ദേശം കേജ്രിവാൾ ആരോഗ്യവകുപ്പിന് നൽകിയിരിക്കുന്നത്. എന്നാൽ കേജ്രിവാൾ കസ്റ്റഡിയിലിരിക്കുന്ന മുറിയിൽ കമ്പ്യൂട്ടറോ പേപ്പറോ അനുബന്ധ സാധനങ്ങളോ ഇല്ലെന്ന് ED വ്യക്തമാക്കിയിരുന്നു. കേജ്രിവാളിനെ ED കസ്റ്റഡിയിൽ വിടുമ്പോൾ പങ്കാളി സുനിത കേജ്രിവാളിനും പേഴ്സണൽ സെക്രട്ടറി വിഭവ് കുമാറിനും ദിവസേന വൈകുന്നേരം 6-നും 7-നും ഇടയിൽ അരമണിക്കൂർ സന്ദർശിക്കാൻ അനുമതി നൽകിയിരുന്നു. കൂടാതെ കേജ്രിവാളിന്റെ വക്കീലിനും അരമണിക്കൂർ സന്ദർശിക്കാൻ അനുമതിയുണ്ട്. ഇത്തരത്തിൽ സന്ദർശന സമയത്താണോ കത്തിൽ ഒപ്പിട്ട് നൽകിയതെന്നും ED അന്വേഷിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടെ കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇന്ന് പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധിക്കാനെത്തിയ ചില നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പൂക്കോട് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അന്വേഷണ ശുപാർശ ഏജൻസിക്ക് കൈമാറുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ച. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള വിജ്ഞാപനം കൈമാറിയെങ്കിലും പെർഫോമ റിപ്പോർട്ട് കൈമാറുന്നതിലാണ് വീഴ്ച വരുത്തിയത്. കേസിന്റെ പൂർണ്ണ വിവരങ്ങളുള്ള റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അന്വേഷണം CBI പരിഗണിക്കൂ എന്നിരിക്കെയാണ് സുപ്രധാന റിപ്പോർട്ട് കൈമാറുന്നതിൽ വീഴ്ച സംഭവിച്ചത്. JS സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം CBI ആരംഭിക്കാത്തതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെതിരെ കുടുംബം രംഗത്തെത്തിയിരുന്നു. CBIക്ക് കേസ് കൈമാറിയുള്ള വിജ്ഞാപനം ഡയറക്ടർക്ക് ഈ മാസം 16-ന് അയച്ചതായി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ പറഞ്ഞു. ഇനി നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. CBI അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ഇതു സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ കത്ത് കേന്ദ്ര സർക്കാരിന് അയച്ചില്ലെന്നായിരുന്നു സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ ആരോപണം. നീതി കിട്ടുമോ എന്ന് സംശയിക്കുന്നുവെന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു പറ്റിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇക്കാര്യത്തിൽ സഹായം തേടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരെ പിതാവ് T ജയപ്രകാശ് സന്ദർശിച്ചു. ഇതുവരെ സംസ്ഥാന സർക്കാരിൽ നിന്ന് CBIക്ക് ഫയൽ പോയിട്ടില്ലെന്ന് പിതാവ് പരാതിപ്പെട്ടതായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേസ് കൈമാറുമെന്ന് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം റെഫർ ചെയ്യേണ്ടതായിരുന്നു. CBI അന്വേഷണത്തിന് മുൻപ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് എന്തിനെന്നും മന്ത്രി രാജീവ് ചോദിച്ചു. കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കുടുംബസമേതം സമരമിരിക്കുമെന്ന് സിദ്ധാർത്ഥിന്റെ മാതാവ് MR ഷീബ പറഞ്ഞു. സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത വൈസ് ചാൻസലറുടെ തീരുമാനത്തിനു പിന്നിൽ സർക്കാർ ഇടപെടലാണെന്നും വീട്ടിലെത്തി സഹായം വാഗ്ദാനം ചെയ്ത VC വാക്കുമാറിയതിൽ ദുരൂഹതയുണ്ടെന്നും അവർ ആരോപിച്ചു. കേരളം ഇന്ന് കടപ്പത്ര ലേലത്തിലൂടെ 48,066 കോടി രൂപ കടമെടുക്കും. ഈ സാമ്പത്തിക വർഷത്തിലെ അവസാന കടമെടുപ്പ് ദിവസമാണ് ഇന്ന്. സുപ്രീം കോടതി വിധി അനുകൂലമായാലും ഈ സാമ്പത്തിക വർഷം അധിക കടമെടുക്കാൻ കേരളത്തിന് സാധിച്ചേക്കില്ല. സാമ്പത്തിക വർഷത്തിലെ അവസാന കടമെടുപ്പ് ദിവസത്തിൽ 60,032.49 കോടി രൂപയാണ് സംസ്ഥാനങ്ങൾ കടമെടുപ്പിലൂടെ സമാഹരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ കടമെടുക്കുന്നത് ഉത്തർപ്രദേശ് സർക്കാരാണ്. 10,500 കോടി രൂപ. മഹാരാഷ്ട്ര സർക്കാർ 8,000 കോടി രൂപ കടമെടുക്കും. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് 4,866 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി കേരളത്തിന് കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം 10,000 കോടി അധിക കടമെടുക്കാനുള്ള അനുമതി തേടി കേരളം നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായെങ്കിലും ഇതുവരെ വിധി വന്നിട്ടില്ല. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്,
KV വിശ്വനാഥൻ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് കേസിൽ വാദം കേട്ടത്. ഇനി അനുകൂല വിധി ഉണ്ടായാലും ഈ സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാൻ സാധിക്കില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ചൊവ്വാഴ്ച മാത്രമാണ് കടപ്പത്ര ലേലത്തിലൂടെ സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ കഴിയുക. കഴിഞ്ഞയാഴ്ച ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സർക്കാരുകൾക്ക് വ്യാഴാഴ്ച കടമെടുക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയിരുന്നു. എന്നാൽ സുപ്രീം കോടതി വിധി ഇന്ന് പുറത്തു വന്നാലും മറ്റ് നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കി ഈ സാമ്പത്തിക വർഷം കടമെടുക്കാൻ കേരളത്തിന് സാധിച്ചേക്കില്ല, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ബാങ്കിന് അവധിയായതിനാൽ. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന UDFന്റെ പരാതിയിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകി. കുടുംബശ്രീ, KDISC എന്നീ സർക്കാർ സംവിധാനങ്ങൾ പ്രചാരണത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്ന് വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. UDFന്റെ പരാതി അടിസ്ഥാനരഹിതമെന്നും ഇതിലുണ്ട്. ഇന്നലെയാണ് ഇദ്ദേഹം വിശദീകരണം നൽകിയത്. കുടുംബശ്രീ വഴി വായ്പ വാഗ്ദാനം, KDISC വഴി തൊഴിൽദാന പദ്ധതി എന്നിവയ്ക്കെതിരെയാണ് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. പരാതി ഉയർന്നപ്പോൾ തന്നെ തോമസ് ഐസക് വിശദീകരണവുമായി രംഗത്തു വന്നിരുന്നു. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല, കുടുംബശ്രീ യോഗം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കയറി വോട്ട് ചോദിക്കും, ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയുള്ള പരിപാടിയാണ് തൊഴിൽദാന പദ്ധതി, അതിനെ താറടിക്കാനാണ് UDF ശ്രമമെന്നും ജനകീയ പരിപാടികൾ UDFനെ അലട്ടുകയാണെന്നുമായിരുന്നു തോമസ് ഐസക് പറഞ്ഞത്. അതിനിടെ തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ 2 നേതാക്കൾ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായതിൽ കർശന നടപടിക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷമാകും കർശന നടപടിയിലേക്ക് പോവുക. അസാധാരണമായ സംഭവമാണ് നടന്നതെന്നാണ് വിലയിരുത്തൽ. അടൂരിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് മുൻ MLA കൂടിയായ നേതാവിനെ പിടിച്ചു തള്ളിയത്. മന്ത്രി VN വാസവൻ പങ്കെടുത്ത യോഗത്തിന് ശേഷമായിരുന്നു സംഭവം. പ്രചാരണത്തിലെ പോരായ്മ വിമർശിച്ചതാണ് പ്രകോപനത്തിന് കാരണം. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ചില നേതാക്കളുടെ നിസ്സഹരണത്തെ ചൊല്ലിയുള്ള വിമർശനം കയ്യാങ്കളിയിലെത്തിയെന്ന വാർത്തകൾ തള്ളി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു രംഗത്ത്. പത്തനംതിട്ട മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി TM തോമസ് ഐസക്കിന്റെ സ്വീകാര്യത തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ വ്യാജവാർത്തയെന്ന് അദ്ദേഹം ആരോപിച്ചു. വ്യാജവാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും KP ഉദയഭാനു വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ CPM യോഗത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. അതേസമയം യോഗത്തിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ യോഗം എവിടെ നടത്തണമെന്ന കാര്യത്തിൽ മാത്രമാണ് തർക്കമുണ്ടായതെന്നും മന്ത്രി വിശദീകരിച്ചു. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായെന്നായിരുന്നു വാർത്തകൾ. LDF സ്ഥാനാർത്ഥി TM തോമസ് ഐസക്കിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നേതാക്കളിൽ ചിലർ ഉഴപ്പുന്നതായി മുൻ MLA കൂടിയായ നേതാവ് വിമർശനം ഉയർത്തിയിരുന്നു. യോഗത്തിനു ശേഷം പുറത്തിറങ്ങുന്നതിനിടയിൽ ഇദ്ദേഹത്തെ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ ജില്ലാ നേതാവ് അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്തെന്നാണ് ആരോപണം. അടിയേറ്റ് നിലത്തിവീണ നേതാവ് തിരികെ ഓഫീസിൽ കയറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിയുകയാണെന്ന് കാണിച്ച് കത്ത് നൽകി. സംഭവത്തെക്കുറിച്ച് ജില്ലാ നേതൃത്വത്തിന് പരാതിയും നൽകി. സംഭവം വിവാദമായതോടെയാണ് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് വിശദീകരിച്ച് ജില്ലാ നേതൃത്വവും മന്ത്രിയും രംഗത്തെത്തിയത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക് വിറ്റതിന് 1 വർഷത്തിനിടെ നടപടി നേരിട്ടത് 342 സ്ഥാപനങ്ങൾ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും ഫാർമസികളുടെയും മെഡിക്കൽ ഷോപ്പുകളുടെയും ലൈസൻസ് താൽക്കാലികമായി റദ്ദ് ചെയ്തത്. 400-ലധികം സ്ഥാപനങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെയുള്ള ആന്റിബയോട്ടിക് വിൽപ്പനയും ഉപയോഗവും തടയുകയാണ് ലക്ഷ്യം. ദുരുപയോഗത്തിലൂടെ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള രോഗാണുക്കൾ ഉണ്ടാവുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി ശക്തമാകുന്നത്. 2023 ജൂൺ മുതലാണ് സംസ്ഥാനത്ത് ഡ്രഗ്സ് കൺട്രോളർ നിയോഗിച്ച് പ്രത്യേക സ്ക്വാഡിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. 2023 342 കേസുകളും 2024 52 കേസുകളും രജിസ്റ്റർ ചെയ്തു. കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക് വിൽക്കുന്ന സ്ഥാപനത്തിന് ആദ്യം കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. മറുപടി തൃപ്തികരമല്ലെങ്കിലാണ് ലൈസൻസ് റദ്ദ് ചെയ്യുന്നത്. കുറ്റം ആവർത്തിച്ചാൽ ലൈസൻസ് സ്ഥിരമായി റദ്ദ് ചെയ്യുമെന്ന് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ K സുജിത് കുമാർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധന. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച 2023 ഒക്ടോബർ 27 ശേഷം 3,11,805 വോട്ടർമാരാണ് പുതുതായി ചേർന്നത്. കരട് വോട്ടർ പട്ടികയിൽ 77,176 യുവ വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇത് ജനുവരി 22 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2,80,8533 ആയി.
തിങ്കളാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 3,88,981 യുവ വോട്ടർമാരാണുള്ളത്. 18-നും 19-നും ഇടയിൽ പ്രായമുള്ള സമ്മതിദായകരാണ് യുവ വോട്ടർമാരുടെ വിഭാഗത്തിലുള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കന്നി വോട്ടർമാർ കൂടിയാണ് ഇവർ. ഹ്രസ്വ കാലയളവിനുള്ളിൽ യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായ ഈ വർധനവ് ശരാശരി അടിസ്ഥാനത്തിൽ രാജ്യത്ത് തന്നെ ഒന്നാമതാണ്. ഭിന്നലിംഗക്കാരായ വോട്ടർമാരുടെ എണ്ണം കരട് പട്ടികയിൽ 268 അന്തിമ വോട്ടർ പട്ടികയിൽ ഇത് 309 ഇതുവരെയുള്ള കണക്ക് പ്രകാരം 338 പേർ പട്ടികയിലുണ്ട്. ചീഫ് ഇലക്ടറൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപകമായി നടത്തിയ പ്രചാരണ പരിപാടികളും ജില്ലാ ഇലക്ഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ജില്ലാ തലങ്ങളിൽ നടത്തിയ പ്രചാരണവുമാണ് യുവാക്കളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാക്കിയതെന്നാണ് വിലയിരുത്തലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സോഷ്യൽ മീഡിയ മുഖേനയും കോളേജുകൾ, സർവകലാശാലകൾ, പൊതുയിടങ്ങളിലും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വോട്ടുവണ്ടി പ്രചാരണ വാഹനം സംസ്ഥാനത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി. വോട്ടർ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ തയ്യാറാക്കി ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്ത പോസ്റ്റുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. നടിയും NDA സ്ഥാനാർത്ഥിയുമായ കങ്കണ റണൌട്ടിനെ കുറിച്ചുള്ള കോൺഗ്രസ് നേതാക്കളുടെ അപകീർത്തിപരമായ പോസ്റ്റുകളിൽ നടപടി ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ. കോൺഗ്രസ് നേതാക്കളായ HS ആഹിർ, സുപ്രിയ ശ്രീനേർ എന്നിവർക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നാണ് വനിതാ കമ്മീഷന്റെ ആവശ്യം. ഇത്തരം പെരുമാറ്റങ്ങൾ സ്ത്രീകളുടെ അന്തസ്സിനെ മാനിക്കാത്തതാണെന്ന് വനിതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ഇവർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചു. BJPയുടെ 5ാം സ്ഥാനാർത്ഥി പട്ടികയിൽ കങ്കണയും ഇടം പിടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേത് കങ്കണയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചത്. എന്നാൽ പോസ്റ്റ് വിവാദമായതോടെ പിന്നീട് ചിത്രം ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. എല്ലാ സ്ത്രീകളും സമൂഹത്തിൽ അന്തസ്സ് അർഹിക്കുന്നുണ്ടെന്നും സുപ്രിയയ്ക്ക് മറുപടിയായി കങ്കണ രംഗത്തെത്തിയിരുന്നു. അതേസമയം തന്റെ അറിവോടെയല്ല പോസ്റ്റ് ചെയ്തതെന്നും അക്കൗണ്ട് ആക്സസ് ഉള്ളവരാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതെന്നും സുപ്രിയ വിശദീകരണം നൽകിയിരുന്നു. സ്ത്രീകൾക്കെതിരെ അത്തരത്തിൽ ഒരു പരാമർശം നടത്തില്ലെന്ന് തന്നെ അറിയാവുന്നവർക്ക് മനസ്സിലാകുമെന്നും സുപ്രിയ പറഞ്ഞു. ഗുജറാത്തിലെ കോൺഗ്രസ് നേതാവായ HS ആഹിർ എക്സിൽ പങ്കുവച്ച പോസ്റ്റിനെതിരെയും നടി കങ്കണ രൂക്ഷമായി പ്രതികരിച്ചു. ഒരു യുവാവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം ആക്രമിക്കപ്പെടും. എന്നാൽ ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് ഒരു യുവതിക്കാണെങ്കിൽ മറ്റൊരു തരത്തിലായിരിക്കും ആക്രമണമെന്നും അവർ ആരോപിച്ചു. തന്റെ അറിവോടെയല്ല പോസ്റ്റ് എന്നാണ് വിഷയത്തിൽ ആഹിർ നൽകുന്ന വിശദീകരണം. പൗരത്വ നിയമ ഭേദഗതി നിയമം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. ഒരു ആത്മാർത്ഥതയുമില്ലാത്ത ആളാണ് പിണറായി വിജയനെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ CAA വിരുദ്ധ പ്രതിഷേധത്തിൽ ഭൂരിഭാഗം കേസുകളും പിൻവലിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് വിഷയം മാറ്റാൻ വേണ്ടി എല്ലാ ദിവസവും പൗരത്വം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വരണ്ട. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ 12 സ്ഥാപനങ്ങൾ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. നികുതി വെട്ടിപ്പ് ലക്ഷ്യം വെച്ചാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിൽ മറ്റു കമ്പനികൾ പണം നിക്ഷേപിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. UDF MPമാർ CAAക്കെതിരെ പാർലമെന്റിൽ സംസാരിച്ചതിന് തെളിവുണ്ട്. എന്നിട്ടും പച്ചക്കള്ളം പറയുകയാണ് മുഖ്യമന്ത്രി. CAAയിൽ കോൺഗ്രസിന്റെ സമരവും പരിപാടികളും പിണറായി വിജയനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ദേശാഭിമാനി പത്രം മാത്രം വായിക്കുന്നത് കൊണ്ടാണ് പലതും അറിയാത്തത്. K. സുരേന്ദ്രൻ പേയ്മെന്റ് വിസയുമായി നടന്നിട്ട് കേരളത്തിൽ എവിടെയും ഇതുവരെ ജയിച്ചിട്ടില്ല. വയനാട്ടിൽ K. സുരേന്ദ്രൻ മത്സരിക്കുന്നത് അവരുടെ പാർട്ടിയുടെ തീരുമാനമാണ്. അതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പാർട്ടിയെന്ന് VD സതീശൻ പറഞ്ഞു. ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാത്ത സ്ഥിതിയാണ്. പ്രചരണ രംഗത്തിറങ്ങുന്ന പ്രവർത്തകർക്ക് നാരങ്ങവെള്ളം കുടിക്കാൻ പോലും പണമില്ല. ജനങ്ങൾ സഹായിക്കും എന്നാണ് പ്രതീക്ഷ. പ്രതിസന്ധി കൂടിയാൽ ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് പോകും. വോട്ടും പണവും ജനങ്ങൾ തന്ന് കോൺഗ്രസിനെ സഹായിക്കും. PRD 12 കോടി മുടക്കി ഇറക്കിയ റീൽസാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ റീൽസ് ഇത് വീടാന്തരം വിതരണം ചെയ്തു കഴിഞ്ഞു. സർക്കാരിന്റെ പണമെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ LDFന് നാണമുണ്ടോ? BJPയും CPMും ചട്ടങ്ങൾ ലംഘിച്ചാണ് പ്രചാരണം നടത്തുന്നത്. AKG സെന്ററിലെ പണം ഉപയോഗിച്ച് വേണം അന്തസ്സോടെ രാഷ്ട്രീയ പ്രചാരണം നടത്താനെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ BRS നേതാവ് K. കവിതയെ കോടതി 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു.
മാർച്ച് 15-നാണ് കവിത എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ ആകുന്നത്. കവിതയുടെ അറസ്റ്റിന് പിറകെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അറസ്റ്റിലായിരുന്നു. ED കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് കോടതി നടപടി. കഴിഞ്ഞ ആഴ്ച 5 ദിവസത്തേക്ക് കൂടി കവിതയെ ED കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഡൽഹി മദ്യനയത്തിന്റെ പ്രയോജനം ലഭിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായും ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയയുമായും കവിത ഗൂഢാലോചന നടത്തിയെന്നും പകരമായി നേതാക്കൾക്ക് 100 കോടി കൈമാറിയെന്നും ED വെളിപ്പെടുത്തിയിരുന്നു. ഡൽഹി സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്കു കൈമാറാനുള്ള നയം 2021 നവംബർ 17-നാണ് പ്രാബല്യത്തിൽ വന്നത്. ലഫ്റ്റനന്റ് ഗവർണറായി VK സക്സേന ചുമതലയേറ്റതിനു പിന്നാലെയാണ് ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത്. ക്രമക്കേടുണ്ടെന്നു കാട്ടി CBI പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്തു. വിവാദമായതോടെ കഴിഞ്ഞ വർഷം ജൂലൈ 31-ന് ഈ മദ്യനയം പിൻവലിച്ചു. ടെൻഡർ നടപടികൾക്കു ശേഷം ലൈസൻസ് സ്വന്തമാക്കിയവർക്ക് സാമ്പത്തിക ഇളവുകൾ അനുവദിച്ചുവെന്നതാണ് പ്രധാന ആരോപണം. സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ EDയും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ക്രമക്കേടുകളിലൂടെ ലഭിച്ച 100 കോടിയിലേറെ രൂപ ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ AAP ഉപയോഗിച്ചുവെന്നാണ് EDയുടെ ആരോപണം. ഇടപാടുകളിൽ ഭാഗമായിരുന്ന സൗത്ത് ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യവസായ സംഘത്തിൽ കവിതയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ.